വാവേ, ഇനി വേണമെങ്കിൽ പറയണം കേട്ടോ. അമ്മമ്മ എടുത്തു വെച്ചിട്ടുണ്ടേ. മോളെ, ഇത് എന്ത് നിപ്പായി നിക്കുന്നേ? വാ, വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മ കഴിക്കാം, നല്ല വിശപ്പ്. എന്താ ഉണ്ടാക്കിയേ? നല്ല പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നീ എന്നും ദോശ ഇടലല്ലേ കഴിക്കുന്നത്, അതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ദോശയ്ക്ക് അരയ്ക്കാൻ പോയതാ. അപ്പൊ എന്റെ മനസ്സിലൊരു തോന്നല്, ചിലപ്പോ നീ വന്നാലോ. അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് കടല എടുത്ത് വെള്ളത്തിലിട്ടു. അതിപ്പോ ഉപകാരമായി. പുട്ടും കടലയാ? ആവൂ, നന്നായി അമ്മേ. കുറേ ദിവസമായി പുട്ടും കടലയും കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഉണ്ടാക്കൽ നടക്കലൊന്നും ഇല്ല. അവിടെ എല്ലാ പണികളും ചെയ്ത് പിന്നെ മോളെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന നടക്കൂല. ദോശ ഉണ്ടാക്കി വെക്കും. അതാകുമ്പോ പിന്നെ കുറച്ച് മാവ് അരച്ച് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ സമയം, അവരവരുടെ സമയത്തിനുണ്ട് അവരവർക്ക് ഒന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇത് തേങ്ങാ ചട്നി ഉണ്ടാക്കി വെക്കും, അത് തന്നെ. ഇനി കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി. വന്നതോടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ തിരക്കിട്ട് ഓടാൻ നിൽക്കുമെന്ന് വേണ്ട. മോനെ വേണേ ഞാനും വിളിച്ചു പറയാം. അച്ഛനോട് പറയട്ടെ കുറച്ച് കോഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അമ്മ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ നന്നായിട്ട് പോയാൽ മതി. അല്ല, മോക്ക് എന്തെങ്കിലും കൊടുത്താ വരുമ്പോ? അവളെ ഭക്ഷണം കഴിപ്പിക്കാൻ ചില്ലറ പാടൊന്നുമല്ല. വരുമ്പോ ഇച്ചിരി പാലാ കുടിച്ച് നന്നായി വിശക്കുന്നുണ്ടോ, ഞാൻ കൊടുക്കട്ടെ? വേണ്ട മോളെ, ഞാൻ കൊടുക്കാം. എന്ന് നീ തന്നെ അല്ലേ എടുത്ത് നടക്കലും ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ ചെയ്യുന്നു. ഇനി നീ കുറച്ച് ദിവസം ഫ്രീ ആയിക്കോ, അമ്മ നോക്കാം. അല്ലെങ്കിൽ വാവ് നന്നായിട്ട് മെല്ലുണ്ടല്ലേ ഇപ്രാവശ്യം. നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നിനക്ക് എവിടെ നിന്നാലേ പണി ഒരുങ്ങിയിട്ട് കുഞ്ഞിന്റെ പുറകെ നടക്കാൻ സമയം. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നല്ല തടിച്ചു ഗുണ്ടൂസാക്കി തരാം.